നമസ്കാരം. സ്റ്റാർ പെറ്റ്സിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായത്രി. ഒരാളും കൂടെ ഉണ്ടല്ലോ. ഇതങ്ങനെ ഡ്യുവൽ പേഴ്സണാലിറ്റി ഒന്നും അല്ല. എന്താ പേര്? മാധവൻ എന്നാ പേരുണ്ടാവും. മാധു എന്ന് വിളിക്കും. ആ പേര് ഇപ്പൊ ഇട്ടു ചവിട്ട് കൂട്ടി ഞാൻ. ഞാനൊരു മനുഷ്യജീവിയിൽ എനിക്കൊരു വികാരങ്ങൾ. പക്ഷെ ഇടയ്ക്ക് ഞങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അദ്ദേഹത്തിന് നീ വായി നോക്കി നിൽക്കുന്ന ഞാൻ നമ്മുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. മോന്റെ കളി അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ കളിയൊക്കെ. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉള്ള ആളാണ്. ഈ ബ്രീഡിന്, അതായത് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തോന്നി ചെയ്താലേ അദ്ദേഹം ചെയ്യുള്ളൂ. അതായത് പറഞ്ഞാൽ അവളുടെ ഒരു അദ്ദേഹം എടുത്തു പിടിച്ച് വട്ടം കിടക്കുന്നു, കൈ ഇരിക്കുന്നു, പാൻറ് ഇരിക്കുന്നു. ഞങ്ങൾ മാധു അത് ചെയ്യൂന്ന് പറഞ്ഞാൽ എന്ന് ഞാൻ അത് ചെയ്യണമെങ്കിലേ ആള് ചെയ്യുള്ളൂ. ഞാൻ ഇടയ്ക്ക് നിർത്തി വെള്ളം കൊടുക്കും. ആള് ചിലപ്പോ എന്നെ നോക്കിയിരിക്കും. ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ പിടിച്ചിരിക്കും. ആൾക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു സ്പീച്ച് ഒക്കെ വെച്ച് കൊടുക്കുമ്പോ ഒരുപാട് പരിശീലനം കിട്ടിയ പട്ടിയല്ലേ ഇയാള്? അല്ല, ഞാനല്ല, നിങ്ങളുടേത്. ഒന്നും മനസ്സിലായിട്ടൊന്നല്ല, ഇവർക്ക് സൗണ്ട്സ് മാത്രല്ലേ കേൾക്കാം. പക്ഷെ ആളിങ്ങനെ കേട്ടിരിക്കും, പുറത്തേക്ക് നോക്കിയിരിക്കും. കുറെ ഭയങ്കര മൈൻഡ് കമ്മ്യൂണിക്കേഷനും ഭയങ്കര മൈൻഡ് ബോണ്ടിങ്ങും ഉള്ള ഒരാളാണ് എനിക്ക്. അങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം, പിന്നെ എന്റെ വക സെക്സ്വാലിറ്റി വേണം. പ്രൈസ് ഞങ്ങൾ എടുക്കുന്ന സമയത്ത്, അതായത് 2-3 വർഷം മുമ്പാണ്. അപ്പോ എടുക്കുന്ന സമയത്ത് റെയർ ആയതുകൊണ്ട് തന്നെ 73K ആയി. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉള്ള ഒരു ആളാണ് മാധവൻ. എന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്ന ആളാണ് മാധവൻ. എന്റെ പൊന്നു ഭാഗ്യലക്ഷ്മി, നീ ഈ കാര്യം നാട് നീളെ പാട്ടും പാടി നടക്കുന്നത് എന്തിനാ? അപ്പൊ മനുഷ്യന്മാര് തമ്മിലാണെങ്കിൽ സംസാരിക്കാം, അതായത് ഇപ്പോ ഇവർക്ക് സംസാരിക്കാൻ പറ്റില്ല. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഇവരോട് നമുക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നോക്ക, ഞാനും മാധവൻ തമ്മിൽ ലവ് ആണ്. നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഞാൻ കാറിൽ കൊണ്ടുപോവാ. ആ പട്ടികളെ കയ്യിലെടുത്താൽ ആ മാഡത്തിന്റെ മനസ്സിൽ കയറാം, മാഡത്തിന്റെ മനസ്സിൽ കയറിയാൽ ആ സാറിന്റെ തലയിൽ കയറാം, സാറിന്റെ തലയിൽ കയറിയാൽ ഇതാണ് എന്റെ റൂട്ട് മാപ്പ്. എങ്ങനെയുണ്ട്? ഇമാജിൻ. എന്റെ മനസ്സിൽ ഒരാളേ ഉള്ളൂ, പ്രണവ് മോഹൻലാൽ. എന്റെ മനസ്സിൽ ഒരാളേ ഉള്ളൂ, പ്രണവ് മോഹൻലാൽ. ഞാൻ ടെൻഷൻ വരുമ്പോ ആലോചിക്കുന്നേ. ഞങ്ങൾ ഡ്രൈവിൽ പോണ സമയത്ത് ഞങ്ങൾ പാട്ട് വെക്കും. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ലോകത്തിലാവും, ഞാനും എന്റേതായിട്ടുള്ള ലോകത്തിലാവും. അദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് കയറി, അതായത് അദ്ദേഹത്തിന്റെ സ്പേസ് ഞാൻ കുറെ അങ്ങനെയൊക്കെ വിചാരിക്കും. അവസാനം അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കും. പാവം മാറിപ്പോയത്. ഇത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നാൽ